ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखान्वितं ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्दा नमोस्तुते। तप्त काञ्चन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने വന്നിട്ട് മോൻ എന്ത് പറയുന്നു? ഇപ്പൊ ഇന്ന് ജോയിൻ ചെയ്യാൻ പോയിട്ടുണ്ട് മാതാജി. ഇന്നപ്പൊ ജോയിൻ ചെയ്യാൻ പോയിരിക്കുന്നു. पंचतत्त्वात्मकं भक्ताख्यं नमामि भक्तशक्तिकम्। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। हरे कृष्णा हरि ओम तत्सत्। നമ്മുടെ വായിക്കുന്ന ചൈതന്യ ചരിതാമൃത മധ്യലീല 8-ാമത്തെ അധ്യായം 140-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. താസാം ആവിരാഭുച്ഛൗരി സ്മയമാനാമുഖാംബുജ പീതാംബരാധരാ ശ്രഗ്വി സാക്ഷാന്മന്മഥ മന്മഥഃ. तासाम् ആവിർഭുജാരുഹേ സംയാമന മുഖാംബുജ പീതാംബരധാരസ്രാഗ്വി സാക്ഷാൻ മന്മഥ മന്മഥ. When Krishna left the Rasa Leela dance, the gopis became very morose, and when they were grieving, Krishna reappeared dressed in yellow garments, wearing a flower garland and smiling. He was attractive even to Cupid. In this way, Krishna appeared among the gopis. So, Rasa dance in the day, Bhagwan അപ്രത്യക്ഷമായി. പിന്നീട് വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ എങ്ങനെ വളരെ നല്ല ഗോൾഡൻ കളറിലുള്ള ആ മഞ്ഞ അട്ടയരോട് കൂടിയാണ് ഫ്ലവർ ഗാർലൻഡ് ധരിച്ച് വളരെ മന്ദരിച്ചിട്ടുള്ള ഒരു ഭാവത്തോടുകൂടിയാണ് അവിടെ അപ്പോൾ അത് മന്മഥനെ കൂടിയിട്ട് അട്രാക്ട് ചെയ്തു, അതായത് ക്യൂപിഡ്. ഓക്കെ, കാമദേവനെ കൂടി അട്രാക്ട് ചെയ്യുന്ന ആ ഒരു വിധത്തിലാണ്. അതുകൊണ്ട് ഭഗവാനെ മന്മഥ മന്മഥ അല്ലേ എന്നാണ് പറയുന്നത്. മന്മഥ മന്മഥ എന്ന് പറഞ്ഞാൽ ക്യൂപിഡ്, മന്മ രണ്ടും ക്യൂപിഡിന് ആ കാമദേവനെയും കൂടി അട്രാക്ട് ചെയ്യുന്നതാണ് മന്മഥ മന്മഥ. കൃഷ്ണ appeared among the, he was attractive even to Cupid. In this way, Krishna appeared among the gopis. ഇത് ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് എടുത്തൊരു വേഴ്സാണ്. 141. നാനാ ഭക്തേന രസാമൃത നാനാവിധയ ശേഷഭാരസാമൃതേര വിഷയാശ്രയ. नानाभक्तेररसामृत नानाविधय रसामृतेर विषया आश्रय. Each and every devotee has a certain type of transcendent mellow in relation to Krishna, but in all transcendent relationship, the devotee is a worshipper, Ashraya, and Krishna is the object of worship. അപ്പോൾ നമുക്കറിയാം 5 തരത്തിലുള്ള ബന്ധം ഭഗവാനായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും അല്ലെ. ശാന്തരസ, ദാസ്യരസ, സഖ്യരസ ആൻഡ് മാധുര്യരസ. ഇതിലെല്ലാം എല്ലാ റിലേഷൻഷിപ്പിലും എല്ലാ ബന്ധങ്ങളിലും എന്താണ് വർഷിപ്പർ, ആശ്രയ ആരാണ്? ഡിവോട്ടീസ് ആണ്. ആൻഡ് ഒബ്ജക്ട് ഓഫ് വർഷിപ്പ് ആരെയാണ് നമ്മൾ ആരാധിക്കുന്നത്? അത് വിഷയ, അത് ഭഗവാൻ.
ഡിവോട്ടീസ് എല്ലാം ആശ്രയ. ആരെയാണ് ആശ്രയിക്കുന്നത്? ഭഗവാനെ. അപ്പോൾ ആ ഭഗവാൻ എന്തായി? വിഷയ. വിഷയ മീൻസ് വർഷിപ്ഡ്. അപ്പോൾ ഡിവോട്ടീസ് ആരാധിക്കുന്നവരും ആൻഡ് ഭഗവാൻ ആരാധിക്കപ്പെടുന്ന ആണ്. അതാണ് പറയുന്നത്. അപ്പോൾ ആശ്രയ ആൻഡ് വിഷയ. അഖില രസാമൃതമൂർത്തി പ്രസരമര രുചിരുദ്ധ താരകാപാലി കലിത ശ്യാമലലിതോ രാധാപ്രേയാൻ വിധുർജയതി. Let Krishna, the supreme personality of Godhead, be glorified. By virtue of his expanding attractive features, he subjugated the gopis named Taraka and Pali and absorbed the minds of Shama and Lalita. He is the most attractive lover of Srimati Radharani and is a reservoir of pleasure for devotees in all transcendental. അപ്പോൾ ഭഗവാൻ കൃഷ്ണ ഇത് ഭക്തിരസാമൃത സിന്ധു എന്നെടുത്തൊരു ശ്ലോകമാണ് രൂപഗോസ്വാമിയുടെ. എന്താണ് പറയുന്നത്? ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തിന്റെ എല്ലാ അട്രാക്റ്റീവ് ഫീച്ചേഴ്സും എക്സ്പാൻഡ് ചെയ്തിട്ട് താരക പാലി എന്ന് 2 ഗോപികമാരെ കൂടി അവരും കൂടി സബ്ജുഗേറ്റ് ചെയ്തു. ചില ആൾക്കാർക്ക് പറ്റില്ല, എനിക്ക് ആരോടും അങ്ങനെ ഒരു അട്രാക്ഷൻ ഉണ്ടാവില്ല, പക്ഷെ അവരെയും കൂടി അട്രാക്ട് ചെയ്തു. പിന്നെന്താ? ആൻഡ് അബ്സോർബ് ദ മൈൻഡ്സ് ഓഫ് ശ്യാമ ആൻഡ് ലളിത. ശ്യാമ ആൻഡ് ലളിത എന്ന് പറഞ്ഞ 2 സഖികളുടെ മനസ്സിനെയും അവർ കീഴടക്കി. He is the most attractive lover of Srimati Radharani and is the reservoir of pleasure for devotees in all transcendental mellows. Everyone has a particular transcendental mellow by which he loves and serves Krishna. Krishna is the most attractive feature for every kind of devotee. He is therefore called Akhila Rasamrita Murti. ഭഗവാന്റെ വേറൊരു പര്യായമാണ് അഖില. അഖില എല്ലാം, രസാമൃത എന്നും. അമൃതം എന്ന് പറഞ്ഞാൽ അറിയാം നെക്ടർ, രസം എന്ന് പറഞ്ഞാൽ മെലോസ്, മൂർത്തി പറഞ്ഞ ഫോം. ഭഗവാൻ ഈസ് എ പേഴ്സണിഫിക്കേഷൻ ഓഫ് all mellows. So the transcendental form of attraction for all kinds of devotees, whether devotee be in the Shantarasa, Dasirasa, Sakhirasa, Vasalirasa or Madhurasa. നേരത്തെ പറഞ്ഞ ഏത് മെലോസിലായിക്കോട്ടെ, ഏത് രസത്തിലായിക്കോട്ടെ, ഡിവോട്ടിയുടെ ആ റിലേഷൻ ഭഗവാൻ എല്ലാവരെയും അട്രാക്ട് ചെയ്യും. So this is the opening verse of Bhakti Rasamrita Sindhu by Srila Rupa Goswami. Bhakti Rasamrita Sindhu, the opening verse ആണ് ഈ verse. So text 143. Ringara Rasaraja Maya Murtidhara Atevatma Paryanda Sarva Chittahara. Krishna is all attractive for devotees in all mellows because he is the personification of the conjugal mellow. Krishna is attractive not only to all the devotees but to himself as well. Okay, ഇത് അത്ഭുതകരമാണ്. കൃഷ്ണ മറ്റുള്ളവർക്ക് മാത്രമല്ല, ടു ഹിംസെൽഫ്, സ്വയം ആനന്ദിക്കുന്നത്, തൻ്റെ ആ ആകർഷണമാകുന്ന എല്ലാ ഒരു സവിശേഷതകളിലും കൃഷ്ണൻ സ്വയം അട്രാക്ട് ചെയ്യപ്പെടുന്നു അല്ലേ? നമുക്കറിയാം, കുട്ടിക്കാലത്ത് കൃഷ്ണൻ തൻ്റെ തന്നെ പ്രതിബിംബം ഗ്ലാസ്സിൽ കണ്ടപ്പോ, ഓ ഇതാരാണ്, വളരെ ഭംഗിയുണ്ടല്ലോ. വളരെ ചെറിയ പ്രായത്തില് തൻ്റെ സ്വന്തം പ്രതിബിംബം കണ്ണാടിയിൽ കണ്ടപ്പോ, നല്ല രസമുണ്ട് കാണാൻ, ആരാണ് സ്വയം പ്രതിബിംബമാണ് കാണുന്നത് അല്ലെ? അപ്പൊ കൃഷ്ണ is attracted not only to all the devotees but to himself as well. അപ്പോ ഭഗവാൻ എല്ലാ ഡിവോട്ടീസ്, എല്ലാ തരത്തിലുള്ള എല്ലാ രസത്തിലുള്ള ഡിവോട്ടീസിനെ ആകർഷിക്കുന്നു. ഹി ഈസ് എ പേഴ്സണിഫിക്കേഷൻ ഓഫ് ദ കോൺജുഗൽ മെലോ. കാരണം എന്താണ് ഇവിടെ എടുത്തു പറയാൻ കാരണം? ഹി ഈസ് എ പേഴ്സണിഫിക്കേഷൻ ഓഫ് ദ കോൺജുഗൽ മെലോ. എന്താണ് കാരണം? പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇൻ ഓൾ മെലോസ്. പിന്നെ വീണ്ടും ഹി ഈസ് ദ പേഴ്സണിഫിക്കേഷൻ ഓഫ് ദ കോൺജുഗൽ മെലോ എന്ന് എഴുതാൻ കാരണം എന്താ? ഭഗവാന്റെ തന്നെ ആഹ്ലാദിനി ശക്തിയല്ലേ പ്രഭു രാധാറാണി? ഭഗവാന്റെ തന്നെ ആഹ്ലാദിനി ശക്തിയല്ലേ? ഭഗവാൻ തന്നെയല്ലോ. ശരിയാണ്. പക്ഷേ ഇവിടെ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്
Krishna is all attractive for devotees in all mellows. എല്ലാ രസത്തിലും അട്രാക്ഷൻ ഉണ്ട്. പിന്നെ വീണ്ടും പറയുന്നു ഈസ് ദ പേഴ്സണിഫിക്കേഷൻ ഓഫ് ദ കോഞ്ചുഗൽ മെലോ. പിന്നെ ആ കോഞ്ചുഗൽ മെലോ മാത്രം ഇവിടെ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. ഇപ്പൊ ഓൾ മെലോസ് പറഞ്ഞ എല്ലാം കോഞ്ചുഗൽ മെലോ കൂടിയില്ലേ, പക്ഷെ ഇവിടെ സ്പെസിഫിക് ആയിട്ട് കോഞ്ചുഗൽ മെലോ എന്ന് പറയാനുള്ള കാരണം എന്താ? രാധാറാണി പറഞ്ഞ ഭഗവാൻ തന്നെയല്ലേ പ്രഭു? കോഞ്ചുഗൽ മെല്ലോയില് ഏറ്റവും ടോപ്പും രാധാറാണി അല്ലേ? അതൊക്കെ ശരിയാണ്. രാസനൃത്തമാണോ? രാസനൃത്തത്തിലാണോ? അല്ല, നമുക്കറിയാം 5 മെലോസ് ആണുള്ളത് അല്ലെ? ശാന്തരസ, ദാസ്യരസ, സഖ്യരസ, വാത്സല്യരസ ആൻഡ് മാധുര്യരസ. അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് ആ ഒരു നില, ഒരു സ്റ്റേജ് എങ്ങനെ? ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് മാധുര്യരസമായതുകൊണ്ടാണ് പ്രഭുജി. ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ആ മാധുര്യ രസത്തിൽ മറ്റേ എല്ലാ രസങ്ങളും ഉൾപ്പെടുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഭൂമിയിലെ മറ്റ് 4 എലിമെന്റ്സും അടങ്ങിയിട്ടുണ്ട്. ഭൂമി, രാപ്പോ, അനലോ, വായു, കം അല്ലെ? അതേപോലെ മാധുര്യ രസത്തിന്റെ മറ്റ് 4 രസങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറയാൻ കാരണം ഹീസ് ദ പേഴ്സണിഫിക്കേഷൻ ഓഫ് കോഞ്ചുഗൽ ലവ്. അപ്പൊ അത് പറഞ്ഞാൽ ഈ 4 ഓൾറെഡി അതിലുണ്ട്. അതുകൊണ്ട് അതിന്റെ ആ ഒരു പൊസിഷൻ കോഞ്ചുഗൽ മെലോ, അതായത് മാധുര്യ രസത്തിന്റെ ആ ഒരു തലം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത്. വീണ്ടും അതിനെ ആദ്യത്തെ ആ സെന്റൻസിൽ അത് അടങ്ങിയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ആ കോഞ്ചുഗൽ ലവിന്റെ തലത്തിനെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് വീണ്ടും അവിടെ റിപ്പീറ്റ് ചെയ്തിരുന്നത് ആ പെർട്ടിക്കുലർ മെലോ. കൃഷ്ണ ഈസ് അട്രാക്റ്റീവ് നോട്ട് ഓൺലി ടു ഓൾ ദ ഡിവോട്ടീസ് ബട്ട് ടു ഹിംസെൽഫ് as well. വിശേഷാം അനുരഞ്ജനേന ജനയൻ ആനന്ദം ഹിന്ദീവര ശ്രേണിശ്യാമള കോമളേർ ഉപനയൻ അങ്കേർ അനങ്കോത്സവം സ്വച്ഛന്തം രജസുന്ദർഭീർ അഭിത പ്രതി അംഗം ആലിംഗിത ശൃംഗാര സഖി മൂർത്തിമാൻ ഇവ മധോ മുഗ്ധോ ഹരി ക്രീഡതി. എനിക്കറിയില്ല അതിന്റെ ട്യൂണ്, പലർക്കും അറിയെങ്കിൽ വായിച്ചോളൂ. ഏത് എന്താണെന്നറിയില്ല. ബ്രഹ്മസംഹിതയാണോ? അനുരഞ്ജനേന ജനയൻ ആനന്ദീവര. ഗീതാ ഗോവിന്ദത്തിൽ നിന്നുള്ളത് എഴുതിയിട്ടുള്ളത്. അതെ, അപ്പൊ ഗീതാ ഗോവിന്ദത്തിന്റെ ഓക്കെ. അപ്പൊ അത് അറിയുന്നവർക്കും പാടാൻ പറ്റും. ആർക്കും അറിയില്ല. അറിയില്ല പ്രഭു. മധുജിക്ക് ഇറങ്ങി പാടൂ. ഇല്ല, അറിയില്ല. പക്ഷെ എന്തെങ്കിലും അറിയുന്നതിൽ പാടിക്കൊള്ളൂ ഏതെങ്കിലും ഒരാൾ. പാടി നോക്കി പ്രഭു. എനിക്കറിയില്ല, പറയുന്ന പോലെ പറയാം. ഓക്കെ, ട്രാൻസ്ലേഷൻ വായിക്കാം. എന്തായാലും അത് ഹോംവർക്ക് ആവട്ടെ. വീട്ടിൽ പോയിട്ട് ഏത് ട്യൂണ നോക്കിയിട്ട് അടുത്ത പ്രാവശ്യം പഠിക്കുന്നവർക്ക് പാടാം. ഓക്കെ, ഓക്കെ. അത് നോക്കി നമ്മൾ അതിന്റെ ട്യൂണൊക്കെ നോക്കി പല തരത്തിലും വായിച്ചു നോക്കണം. ഓക്കെ, my dear friends, just see how Sri Krishna is enjoying the season of spring. With the gopis embracing each of his limbs, is like amorous love personified. With his transcendental pastimes, he enlivens all the gopis and the entire creation. With his soft bluish black arms and legs, which resemble blue lotus flowers, he has created a festival for Cupid. Okay. Now, ഇത് എന്ന ഗീതാ ഗോവിന്ദത്തിൽ നിന്ന് എടുത്താണ്. ആരാണ് ഗീതാ ഗോവിന്ദം രചിച്ചത്? ജയദേവ് കവികൾ അല്ല. ഓക്കെ, പറയുന്നത് എങ്ങനെയാണ് ഭഗവാൻ കൃഷ്ണൻ ഈ സ്പ്രിങ്ങിന് മലയാളത്തിൽ എന്താ പറയാ? സ്പ്രിങ് ഏതാണ്? വസന്തോ? വസന്തകാലം എങ്ങനെ ആസ്വദിക്കുന്നത്? വിത്ത് ഗോപീസ് എംബ്രേസിങ് ഈച്ച് ഓഫ് ഹിസ് ലിംസ്. ഇത് പറയുമ്പോഴാണ് ഇത് എനിക്ക് ഓർമ്മ വരുന്നത്. എല്ലാ ഗോപികമാരും കൂടിയിട്ട് ഭഗവാന്റെ ഓരോ അംഗത്തിനെയും വർണ്ണിക്കുകയാണ്, ഓരോ ലിംസിനെയും വർണ്ണിക്കുകയാണ്. സോ ബ്യൂട്ടിഫുൾ. ഭഗവാന്റെ കണ്ണുകളിൽ നോക്കിയിരുന്നാൽ എനിക്ക് ആ കണ്ണുകളിൽ നിന്ന് എൻ്റെ കണ്ണെടുക്കാൻ തോന്നുന്നില്ല. ഭഗവാന്റെ
നെറ്റി നോക്കിയിരുന്നാൽ ഭഗവാന്റെ നെറ്റിയിൽ നിന്ന് എനിക്ക് കണ്ണെടുക്കാൻ അങ്ങനെ ഓരോ അംഗത്തിനെയും ഇങ്ങനെ അങ്ങനെ വർണ്ണിക്കുകയാണ്. അപ്പൊ ചില ഗോപികൾ പറഞ്ഞു, അയ്യോ ഭഗവാനെ കണ്ട് എനിക്ക് ഇങ്ങനെ മതി വരുന്നില്ല, അത്രയും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ രാധാറാണി പറയുന്നത്, ഓ നിങ്ങൾക്കെല്ലാം ഭഗവാനെ പൂർണ്ണമായിട്ടും കാണാൻ പറ്റിയോ, എത്ര ഭാഗ്യവതികളാണ് നിങ്ങളൊക്കെ. അപ്പൊ എന്താ അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ ഭഗവാന്റെ കണ്ണിൽ നോക്കിയാൽ എനിക്ക് അവിടുന്ന് എടുക്കാനേ പറ്റില്ല. അപ്പൊ കണ്ണ് മാത്രമേ എനിക്ക് കാണുള്ളൂ, ബാക്കിയുള്ള ഒന്നും കാണുന്നില്ല പൂർണ്ണമായിട്ട്. അല്ലെങ്കിൽ ഭഗവാന്റെ അധരങ്ങളാണെങ്കിൽ അധരങ്ങൾ, കൈകളാണെങ്കിൽ കൈകൾ, അങ്ങനെ ഓരോ അംഗത്തിലും ഞാൻ നോക്കുമ്പോൾ അത് മാത്രമേ എനിക്ക് കാണുന്നു, പൂർണ്ണമായിട്ട് എനിക്ക് ഭഗവാനെ കാണുന്നില്ല എന്ന് പറയുന്നത് രാധാറാണി. അപ്പോ മറ്റുള്ളവർക്ക് പൂർണ്ണമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗ്യം എത്രയാണെന്ന് രാധാറാണി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ആക്ച്വലി ഭാഗ്യം ഏതാണ് ഇവിടെ രാധാറാണി കാണിച്ചാൽ, ഭഗവാന്റെ ഓരോ ലിംസിനും അത്രയും സൗന്ദര്യമുണ്ട്, അതുകൊണ്ടാണ് അവിടുന്ന് കണ്ണെടുക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് രാധാറാണി പറയുന്നത്, എനിക്ക് പൂർണ്ണമായിട്ട് ഭഗവാനെ ആസ്വദിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. ആക്ച്വലി തിരിച്ചാണ് രാധാറാണിയുടെ ആ ഒരു അബ്സോർപ്ഷൻ ഭഗവാന്റെ ഓരോ ലിംസിനുള്ള അട്രാക്ഷൻ കാരണം എന്നാണ് പറയുന്നത്. അപ്പോ സോ വിത്ത് ഹിസ് ട്രാൻസിഷണൽ പാസ്റ്റ് ടൈംസ് ഹി എൻലിവൻസ് all the gopis and the entire creation. അപ്പോൾ ഗോപികമാര് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെയും ഭഗവാൻ ആകർഷിക്കുന്നുണ്ട്. ചൈതന്യ ചരിതാമൃതയില് ചൈതന്യ മഹാപ്രഭുവിന്റെ അലീല, ജാർഖണ്ഡ് ഫോറസ്റ്റിൽ പോകുമ്പോൾ എല്ലാ വന്യമൃഗങ്ങളെയും ചൈതന്യ മഹാപ്രഭു ആകർഷിച്ചു. ചൈതന്യ മഹാപ്രഭു നാമസങ്കീർത്തനം ചെയ്യുന്ന സമയത്ത് ഇവരെ കാണിച്ചാൽ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്, പരമാത്മാവിൻ്റെ. അപ്പൊ അവർക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപ കാരണം മനസ്സിലായി ഇതാരാണെന്ന്. അപ്പൊ എല്ലാവരും നാമസങ്കീർത്തനം ചെയ്തത് ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ അവരെ നൃത്തം ചവിട്ടാൻ തുടങ്ങി എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും, ഗോപികമാരെ മാത്രമല്ല, ഗോപികമാർക്ക് സ്പെഷ്യാലിറ്റി ഉണ്ട്. അവരുടെ ആ അത്രയും സ്വീറ്റ് ലവിങ് റിലേഷൻഷിപ്പ് കാരണം അവരന്ന് സെൽഫ്ലെസ് സർവീസ് ആണ്, അതുകൊണ്ടുള്ള ആ അട്രാക്ഷൻ. പക്ഷേ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെയും ഭഗവാൻ ആകർഷിക്കുന്നു എന്നാണ്. സോ വിത്ത് ദിസ് സോഫ്റ്റ് bluish black arms and legs which resemble blue lotus flowers. അപ്പോൾ ഇവിടെ ബ്ലൂ ലോട്ടസ് ഫ്ലവേഴ്സിനോടാണ് ഭഗവാന്റെ ഭുജങ്ങളെയും പാദങ്ങളെയും എല്ലാം ഉപമിച്ചിരിക്കുന്നത്. ഹി ഹാസ് ക്രിയേറ്റഡ് എ ഫെസ്റ്റിവൽ ഫോർ ക്യൂപിഡ്സ്. ഒരു ഫെസ്റ്റിവൽ, ഒരു ആനന്ദമായി വളരെ വലിയൊരു ആഘോഷമാണ് ആർക്ക്, ഈ ക്യൂപിഡ്സ് എന്ന് പറയുന്നത്. സോ ദിസ് എ വേഴ്സ് ഫ്രം ഗീതാ ഗോവിന്ദ 1.11 145. ലക്ഷ്മി കാന്താദി അവതാരേര ഹരേ മന ലക്ഷ്മിയാദീനാരി ഗണേര ആകർഷണ. ലക്ഷ്മീകാന്താദി അവതാരേര ഹരേ മന ലക്ഷ്മി ആദിനാരി ഗണേര ഹരേ ആകർഷണ. He also attracts Narayana, who is the incarnation of Sankarsana and the husband of the goddess of fortune. He attracts not only Narayana but also all women headed by the goddess of fortune, the consort of Narayana. അപ്പൊ ഇതെല്ലാം പറഞ്ഞിട്ട് എല്ലാ ജീവജാലങ്ങളെയും ഭഗവാൻ ആകർഷിക്കുന്നു. അത് പറഞ്ഞ ഇതിനൊപ്പം ഇവിടെ വീണ്ടും എടുത്തു പറയുന്നു. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. He also attracts Narayana. സ്വയം എക്സ്പാൻഡ് ചെയ്താണ് നാരായണൻ അല്ലെ, കൃഷ്ണന്റെ എക്സ്പാൻഷൻ ആണ് നാരായണൻ. ആ നാരായണൻ സ്വയം എക്സ്പാൻഷനും കൂടിയിട്ട് കൃഷ്ണനാൽ ആകർഷിക്കപ്പെടുന്നു. ഹൂ ഇസ് ഇൻകാർണേറ്റ് ശങ്കരൻ, ശങ്കർഷണന്റെ എക്സ്പാൻഷൻ ആണ് നാരായണൻ. ആൻഡ് ഹസ്ബൻഡ് ഓഫ് ഗോഡസ് ഓഫ് ഫോർച്യൂൺ, ലക്ഷ്മി ദേവിയുടെ കൺസോർട്ടുമാണ്. അപ്പോ ഭഗവാൻ കൃഷ്ണൻ നാരായണനെ മാത്രമല്ല, ആൾസോ ഓൾ വിമൻ, എല്ലാ സ്ത്രീകളെയും ഹെഡഡ് ബൈ ദ ഗോഡസ് ഓഫ് ഫോർച്യൂൺ. സോ എല്ലാ സ്ത്രീകളുടെയും ഹെഡ് ആരാണ്? ഗോഡസ് ഓഫ് ഫോർച്യൂൺ, ലക്ഷ്മി ദേവി. The concept of Narayana. So എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും including his own expansion, his energies is attracting. ദ്വിജാത്മജാമേ യുവയോർ ദിദിക്ഷുണ മയോപനീത ഭുവി ധർമ്മഗുപ്തയേ കലാവതീർണൗ അവനേർ ബരാസുരൻ അത്വേഹ ഭൂയസ് ത്വരയേതമന്തിമേ. മയോപനീതർമ്മഗുപ്തയേ കാലാവതീർണാവനേർപരാസുരാൻ തത്വേവ ഭൂയ
മന്ദിനെ Okay. Addressing Krishna and Arjuna, Lord Mahavishnu, the Mahapurusha, said, I wanted to see both of you, and therefore I have brought the sons of the Brahmana here. Both of you have appeared in the material world to re-establish religious principles, and you have both appeared here with all your potencies. After killing all the demons, please quickly return to the spiritual world. Addressing Krishna and Arjuna, Lord Mahavishnu, the Mahapurusha. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് ക്ലാസ്സിലോ അതിന്റെ മുമ്പത്തെ ക്ലാസ്സിലോ ശ്യാമള മാതാജി ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ആരെയാണ് ഈ ബ്രാഹ്മണന്റെ, അതായത് മകനെ കാണാൻ വേണ്ടിയിട്ട് അർജുനും കൃഷ്ണനും പോയല്ലോ. അപ്പൊ എവിടെയാണ് പോയത്? ഇപ്പൊ ഇന്ന് ക്ലിയർ ആണ് എവിടെയാണ് പോയത്. മഹാവിഷ്ണു. മഹാവിഷ്ണു എവിടെയാണ് ശയിക്കുന്നത്? മഹാവിഷ്ണു മറ്റേ കോസൽ ഓഷ്യനിലാണ്. ഏത് സാഗരം? കാരണക്കടലിലാണ് അല്ലേ? അപ്പോ വൈകുണ്ഠത്തിലുള്ള കൃഷ്ണനല്ല, വൈകുണ്ഠത്തിൽ നാരായണനല്ല, വൈകുണ്ഠത്തിൽ നാരായണനല്ല ചെന്ന് കണ്ടത്, അല്ലെങ്കിൽ ക്ഷീരോസായി വിഷ്ണുവിനെ അല്ല ചെന്ന് കണ്ടത്. അവിടെ ക്ലിയർ ആണത്. അഡ്രസ്സിംഗ് കൃഷ്ണ ആൻഡ് അർജുന, ലോർഡ് മഹാവിഷ്ണു ദ മഹാപുരുഷ. പുരുഷന്മാരിലും ആരാണ് മഹാപുരുഷ? മഹാവിഷ്ണു, അല്ലെങ്കിൽ കാരണവസ വിഷ്ണു. അപ്പൊ ആ കാരണവസ വിഷ്ണു കാരണക്കടലിലെ വിഷ്ണുവിനെ ചെന്ന് കണ്ടത്. I wanted to see both of you, and therefore I have brought the sons of the Brahmana here. അപ്പോൾ എന്തിനാണ് ആ ബ്രാഹ്മണന്റെ കുട്ടികളെ മഹാവിഷ്ണു കൊണ്ടുപോയത് വെച്ചാൽ, കാരണം മഹാവിഷ്ണു ആഗ്രഹം ഉണ്ടായിരുന്നു കൃഷ്ണനെ കാണാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ചെയ്താണ്. Both of you have appeared in the material world to re-establish religious principles, and you have both appeared here with all your potencies. After killing all the demons, please quickly return to the spiritual world. എന്താണ് പറയുന്നത്? അദ്ദേഹം എന്താണ് അഭ്യർത്ഥിക്കുന്നത്? അത് both of you appeared here in the material world to re-establish, ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭൗതിക ലോകത്തിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അല്ലെ? എല്ലാ ശക്തിയോട് കൂടിയും എല്ലാ പൊട്ടൻസിയോട് കൂടിയിട്ടും ഈ എല്ലാ അസുരന്മാരെയും വധിച്ച ശേഷം പെട്ടെന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ മഹാവിഷ്ണു കോസലോഷ്യനിലാണ്, നാരായണൻ അവരെല്ലാം വൈകുണ്ഠ ലോകത്തിലാണ്. ഇത് സ്പിരിച്വൽ സ്കൈ ആണ് എല്ലാം കൂടിയിട്ട്. എങ്കിലും കൂടി മെറ്റീരിയൽ വേൾഡിന്റെ തുടക്കം എവിടെ നിന്നാണ്? മഹാവിഷ്ണു എന്നാണ്. എല്ലാ ബ്രഹ്മാണ്ടങ്ങളും ഉത്ഭവിക്കുന്നത് മഹാവിഷ്ണു എന്നാണ്. ആ മഹാവിഷ്ണുവാണ് എക്സ്പാൻഡ് ചെയ്ത് ഗർഭോസായ വിഷ്ണു, പിന്നീട് എക്സ്പാൻഡ് ചെയ്ത് ക്ഷീരോസായ വിഷ്ണു ആയിട്ട് വരും. So this is a quotation from Srimad Bhagavatam 10.89.58 concerning Krishna's endeavor to take Arjuna beyond the material universe when Arjuna was searching for the sons of Brahman. അപ്പോൾ ഈ മെറ്റീരിയൽ യൂണിവേഴ്സിന്റെ പുറത്ത് പോയി എന്നാണ് പറയുന്നത്. മെറ്റീരിയൽ യൂണിവേഴ്സിന്റെ പുറത്ത് പറഞ്ഞാൽ ഈ മഹാവിഷ്ണുവിന്റെ, പക്ഷെ അത് വൈകുണ്ഠത്തിലല്ല എന്ന് മാത്രം, മഹാവിഷ്ണുവിന്റെ കാരണവസായ വിഷ്ണുവിന്റെ, അതായത് കാരണക്കടലിലെ കോസൽ ഓഷ്യനിൽ ശയിക്കുന്ന ആ വിഷ്ണുവിന്റെ അടുത്തേക്കാണ് പോയത്. And when Arjuna was searching for the sons of Brahmana, Lord Mahavishnu, who is situated beyond this material world, was also, എന്താണ് beyond this material world പറയുക? മഹാവിഷ്ണുവിന്റെ സ്കിൻ പോൾസ് എന്നാണ്, രോമകൂപങ്ങളിൽ നിന്നാണ് അനേകം ബ്രഹ്മാണ്ടങ്ങൾ വരുന്നത്. അപ്പം മഹാവിഷ്ണുവിനെ കാണുന്നെങ്കിൽ ഈ ബ്രഹ്മാണ്ടങ്ങൾ കടന്നിട്ട് പോണെങ്കിൽ അതാണ് ബിയോണ്ട് ദിസ് മെറ്റീരിയൽ വേൾഡ്. Was also attracted by the bodily features of Krishna. Mahavishnu had actually stolen the sons of Brahmana in Dwaraka so that Krishna and Arjuna would come visit him. This verse is quoted to show that Krishna is so attractive that he attracts Mahavishnu. Mahavishnu, ഇവര് രണ്ടുപേരും പോകുന്ന സമയത്ത് കൃഷ്ണൻ അവിടെ അദ്ദേഹത്തിന്റെ അടുത്തിയപ്പോ സമയത്ത് പതുക്കെ എഴുന്നേറ്റു. നമ്മള് ഒരാൾ വരുമ്പോ നമ്മൾ എഴുന്നേറ്റപ്പോഴാണ് ബഹുമാനം തോന്നുമ്പോഴും ബഹുമാനം തോന്നും. ഇപ്പോ മുത്തശ്ശൻ വീട്ടിലിരിക്കുകയാണ്, കൊച്ചുമകൻ വരികയാണ്, മുത്തശ്ശൻ എഴുന്നേറ്റ് നിൽക്കോ? ഇല്ല. നേരെ മറിച്ച് കൊച്ചുമകൻ ഇരിക്കുകയാണ്, മുത്തശ്ശൻ വരുമ്പോ എന്ത് ചെയ്യും? എഴുന്നേറ്റ് ബഹുമാനിക്കും അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്? കൃഷ്ണൻ വരുമ്പോ പതുക്കെ
അപ്പൊ ഇവിടുത്തെ ഇതില്ലേ എന്താ പറയാ, തൃപ്പൂണിത്തറയില്ലേ എന്താ പൂർണ്ണത്രേശ്വരം അല്ലേ? പൂർണ്ണത്രയേശ്വരി. ആ ഡേറ്റ് എനിക്ക് എന്റെ അറിവ് ശരിയാണെങ്കിൽ പതുക്കെ ഒന്ന് എഴുന്നേക്കാനുള്ള ഒരു പോസലത്രേ. അതെ, ഓർമ്മയുണ്ട് ആർക്കെങ്കിലും കണ്ടത്? ഇല്ല പ്രഭു, പോയിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട്. ഇനി അങ്ങനെ പറഞ്ഞത് ആരോ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ആ സന്താനഗോപാലൻ അതിന്റെ അതൊരു ഇതാണെന്ന് പറഞ്ഞു ആ ഡേറ്റ്. ഒന്ന് പതുക്കെ എഴുന്നേൽക്കാനുള്ള ഒരു അഞ്ചൽ എന്താണ്, കൃഷ്ണൻ വന്നപ്പോ ഈവൻ ആ മഹാവിഷ്ണു കൂടി ഒന്ന് എഴുന്നേറ്റ്. അപ്പോ ആരാണ് സുപ്പീരിയർ ഇവിടെ? കൃഷ്ണ. കൃഷ്ണ അല്ലേ? അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാം. So Lord Mahavishnu, who is situated beyond this material world, was also attracted by bodily features of Krishna. Mahavishnu had actually stolen the sons of Ramana in Dwaraka so that Krishna and Arjuna would come to visit him. This verse quoted to show that Krishna is so attractive and he attracts Mahavishnu. Kasyanubhavo sunadeva vidmahe tavangri renu स्पर्शाधिकाराम यद्वांचया श्री ललनाचरत्तपो विहाय कामान् सुचिरं धृतव्रता. कस्यानुभावो स्वनिरेव विद्महे स्पर्शाधिकारः यद्वाञ्छया श्रीललाञ्छारत्तपो विहाय कामान् सुचिरं धृतव्रता. Oh Lord, we do not know how the serpent Kaliya attained such an opportunity to be touched by the dust of your lotus feet. For this end, the goddess of fortune performed austerities for centuries, giving up all other desires and observing austere vows. Indeed, we do not know how this serpent Kaliya got such an opportunity. Bhagwan Kaliyക്ക് ഒരു അത്രയും വലിയ ഒരു ഇത് കൊടുത്തു, വരമല്ല ഒരു അവസരം കൊടുത്തു ഇല്ലേ? അതായത് ഭഗവാന്റെ പാദചിഹ്നങ്ങൾ തന്റെ ശിരസിൽ പതിയാൻ വേണ്ടിയിട്ട്. കാരണം കാളിയുടെ ശിരസിലാണല്ലോ ഭഗവാൻ കാളിയമർദ്ദന സമയത്ത് നൃത്തം ചെയ്തത്. അപ്പൊ അത്രയും ഒരു അവസരം കാളിക്ക് കിട്ടി. ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് എന്താണ് ആ ഡസ്റ്റ് ഓഫ് യുവർ ലോട്ടസ് ഫീറ്റ്, ഭഗവാന്റെ പാദകുളിയാണ് ശിരസിൽ പതിയുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഗോഡസ് ഓഫ് ഫോർച്യൂൺ പെർഫോം ഓസ്റ്റഡിസ് ഫോർ സെഞ്ചുറീസ്. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ കൺസേർട്ട് ഗോഡസ് ഓഫ് ലക്ഷ്മി ദേവി എത്രയോ വർഷങ്ങളായിട്ട് ഓസ്റ്ററിറ്റീസ് തപസ് ചെയ്യാണ്. എല്ലാ ആഗ്രഹങ്ങളും നിർത്തിവെച്ച് ഒബ്സർവിങ് ഓസ്റ്റിയർ വൗസ്. ഓക്കെ, വളരെ ഓസ്റ്ററിറ്റി തപസ്യയുടെ ആ തപസ്യെല്ലാം ചെയ്തുകൊണ്ടിട്ട്. Indeed, we do not know how this serpent Kaliya got. എങ്ങനെയാണ് ഈ കാളിയ നാഗത്തിന് ഈ ഒരു അവസരം ലഭിച്ച, ഈ ഭാഗ്യം ലഭിച്ചത് എന്നാണ് ചോദിക്കുന്നത്. ശ്രീമദ് ഭാഗവതം was spoken by the wives of Kaliya serpent. Okay, അപ്പോൾ കാളിയ പത്നിമാരാണിത് ചോദിക്കുന്നത്. ഇത്രയും ആൾക്കാരെ കൊന്നു ഭഗവാനെയും കൂട്ടിയിട്ട് അത്രയും വിഷമത്തിലാക്കി, എന്നിട്ടും അദ്ദേഹത്തിന് ആ ഒരു വരം അല്ലെങ്കിൽ ആ ഒരു അവസരം, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൊടുത്തല്ലോ. എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ ഭാഗ്യം ഉണ്ടായത് എന്നാണ് കാളിയപത്നിമാരെ ചോദിക്കുന്നത്. ആപന മാധുര്യേ ഹരേ ആപനാരാമന ആപനാപനീ ചാഹേ കരിത്തെ ആലിംഗന. Lord Krishna's sweetness is so attractive that it steals away his own mind. Thus even he wants to embrace himself. ഭഗവാന്റെ ആ മാധുര്യം ഇത്രയും ആകർഷണമാണ്. അതായത് അദ്ദേഹത്തിന്റെ സ്വന്തം മനസ്സിനെ കവരുന്നതാണ്. Thus he even wants to embrace him. സ്വയം ആലിംഗനം ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നാണ്. അപരീകലിത പൂർവകസ് ചമത്കാരകരി സ്മൃതി മമ ഗരിയാൻ ഏഷ മാധുര്യപൂര അയം അഹം വിഹന്ത പ്രേക്ഷ്യ യം ലുബ്ധചേതഃ സരഭസം ഉപഭോക്തും കാമയേ രാധികേവ.
अपरिकलितपूर्व plus Chamatkara स्फुरति मम प्रियानिष्ट माधुर्यपुरम् अयम् अहम् अयम् अभिहन्त प्रेक्षयम् सारभक्तुं कामैरातिहेव. Haribol. Upon seeing his own reflection in a bejeweled pillar of his Dwaraka palace, Krishna decided to embrace it, saying, "Alas, I have never seen such a person before. Who is he? Just by seeing him, I have become eager to embrace him, exactly like Srimati Radharani." നേരത്തെ പറഞ്ഞ പോലെ ദ്വാരകയിലെ ആ തൂണിന്റെ ആ കണ്ണാടിയിലെ സ്വന്തം പ്രതിബിംബം വന്നപ്പോ, ഓ ഇത് ആരാണ്, ഇങ്ങനത്തെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, അത്രയും സൗന്ദര്യമുള്ള, അത്രയും അട്രാക്ഷൻ ഉള്ള. Just by seeing him, I have become eager to embrace him. എനിക്ക് ആലിംഗനം ചെയ്യാൻ തോന്നുന്നു. Exactly like Srimati Radharani. Exactly Srimati Radharani പോലെ. This is a verse from Srila Rupa Goswami's Lalita Madhava. Lalita Madhava നടന്നുള്ള ശ്ലോകം. ഏതാ സംക്ഷേപേ കഹില കൃഷ്ണേര സ്വരൂപ ഏബേ സംക്ഷേപേ കഹി സുനരാധ തത്വരൂപ. एतसंक्षेपे काहिल कृष्णेरस्वरूपा एतसंक्षेपे काहि सुनादतत्त्वरूपा. Sri Ramananda Rai then said, I have thus briefly explained the original form of the Supreme Personality of Godhead. Now let me describe the position of Srimati Radharani. അപ്പൊ ഇതുവരെ രാമാനന്ദ റായ് ഭഗവാൻ കൃഷ്ണന്റെ ആ ഗുണങ്ങള്, ആട്രിബ്യൂട്ട്സ് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു. പല ശ്ലോകങ്ങളും പല സ്ക്രിപ്റ്റേഴ്സും കോട്ട് ചെയ്തിട്ട്. ഇനി ഞാൻ രാധാറാണിയുടെ പൊസിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നാണ് പറയുന്നത്. ഇതെല്ലാം ചൈതന്യ മഹാപ്രഭുവും രാമാനന്ദായി തമ്മിലുള്ള സംവാദത്തിന്റെ ആ കാര്യങ്ങളാണ്. ഇതെല്ലാം കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അദ്ദേഹം കേട്ടതിനനുസരിച്ചിട്ട് ഓരോ ശ്ലോകം ഇവിടെ കോട്ട് ചെയ്യുന്നു മാത്രം. അപ്പൊ ഇത്രയും വർണ്ണിച്ചതെല്ലാം ഭഗവാൻ കൃഷ്ണന്റെ ആട്രിബ്യൂട്ട്സ് ആണ്, ക്വാളിറ്റീസ് ആണ്. ഇനി രാധാറാണിയെ പറ്റിയിട്ട് വർണ്ണിക്കാൻ പോകുന്നു. നൗ ലെറ്റ് മി ഡിസ്ക്രൈബ് ദ പൊസിഷൻ ഓഫ് ശ്രീമതി രാധാറാണി. കൃഷ്ണേരാനന്ദ ശക്തി താട്ടേതീന പ്രധാന ശക്തി മായാശക്തി ജീവശക്തി നാമ. कृष्णेरानंद शक्ति प्रधान चित्शक्ति माया शक्ति जीव शक्ति नाम. Krishna has unlimited potencies. എന്താണ് പറയുന്നത്? അനന്ത ശക്തി, unlimited potencies which can be divided into 3 main parts. അപ്പൊ ആ ഒരുപാടുള്ള പൊട്ടൻസി പ്രധാനപ്പെട്ട 3 പാർട്സ് ആയിട്ട് നമുക്ക് തരംതിരിക്കാം. എന്താണ്? These are the spiritual potency, അതായത് അന്തരാംഗ, the material potency, that is ബഹിരാംഗ ശക്തി, and the marginal potency, തഥാസ്ഥ ശക്തി, which is known as the living entities. അപ്പോ തഥാസ്ഥ ശക്തി പറഞ്ഞാൽ ജീവജാലങ്ങൾ, ജീവാത്മാക്കൾ. अंतरांग बहिरांग तटास्थ कहियारे अंतरांग स्वरूप शक्ति सभार उपरे. अंतरांग बहिरांग तटास्थ कहियारे अंतरांग स्वरूप शक्ति सभार उपरे. In other words, these are all potencies of God, internal, external, marginal. But the internal potency is the Lord's personal energy and stands over the other two. അപ്പോൾ ഈ മൂന്നെണ്ണത്തിനെ ഇങ്ങനെയും പറയുന്നുണ്ട്, അന്തരാംഗ ബഹിരാംഗ ആൻഡ് തഥാസ്ഥ. ഓക്കെ, അപ്പൊ അതിൽ ഈ 3 എനർജീസിലും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന എന്താണ്? അന്തരാംഗ ശക്തി എന്നാണ് പറയുന്നത്. ഈ മറ്റു രണ്ടിൽ ബഹിരാംഗ അല്ലെങ്കിൽ തഥാസ്ഥ ശക്തിയിലും മീതെയാണ് അന്തരാംഗ ശക്തി എന്നാണ് പറയപ്പെടുന്നത്. വിഷ്ണു ശക്തി പരാ പ്രോക്ത ക്ഷേത്രാജ്ഞാഖ്യ തഥാ പരാ അവിദ്യ കർമ്മ സംജ്ഞാന്യ ദ്വിതീയ ശക്തിരീഷ്യതേ. विष्णु शक्ति परप्रोक्त क्षेत्रज्ञाख्य तदा पराम् अविद्या कर्म संज्ञाय सम्यग् तृतीय शक्तिरीश्यते. The original potency of Lord Vishnu is superior or spiritual, and the living entity actually belongs to that superior energy. But there is another energy called the material energy, and this third energy is full of ignorance. And the original potency of Lord Vishnu is
superior. അതായത് ഏത് ശക്തിയാണത്? അന്തരാംഗ ശക്തി. Okay, and the living entity actually belongs to that. അതായത് നമ്മളെല്ലാം ഏത് ശക്തിയിൽ ഏത് കാറ്റഗറിയിൽ പെടും? അന്തരാംഗ ശക്തിയിൽ പെടും അല്ലേ? But there is another energy called Meti energy, ബഹിരാംഗ ശക്തി, and this third energy is full of ignorance. അപ്പൊ ഈ ബഹിരാംഗ ശക്തി full of ignorance. full of ignorance പറഞ്ഞാൽ അവിദ്യ. അവിദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാനെ മറന്ന് ജീവിക്കുന്ന ഒരവസ്ഥ. അതാണ് അതിന്റെ അർത്ഥം. ഭഗവാനെ നമ്മൾ എപ്പോൾ നമ്മൾ സ്മരിക്കുന്നു, ഭഗവാൻ നിർദ്ദേശിച്ച പ്രകാരം ജീവിക്കുന്നു, അപ്പൊ നമ്മൾ ബഹിരാംഗ ശക്തിയിൽ നിന്ന് അന്തരാംഗ ശക്തിയിലത്തെ കാറ്റഗറിയിലിരിക്കും. അപ്പൊ ഓപ്ഷൻ നമുക്കാണ്. ബഹിരാംഗ ശക്തിയിൽ നിൽക്കണോ അന്തരാംഗ ശക്തിയിൽ നിൽക്കണോ? ആക്ച്വലി നമ്മള് എവിടെ നിന്നാണ് വരുന്നത്? അന്തരാംഗ ശക്തി. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ബഹിരാംഗ ശക്തിയുടെ ആ പ്രാബല്യത്തില്, ആ പ്രഭാവത്തില് നമ്മൾ ഈ ഭൗതിക ശക്തിയുടെ കീഴിൽ വന്നു വിട്ടു, നമ്മൾ തന്നെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ അന്തരാംഗ ശക്തിയിലേക്ക് പോകാൻ പറ്റും. നമുക്ക് അതിന് അവസരം ഭഗവാൻ തരുന്നുണ്ട്. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ജീവിക്കണം. അല്ല അതെല്ലാം മറന്ന് ഭഗവാനെ മറന്ന് സ്വയം ഇന്ദ്രിയ തൃപ്തിക്ക് അടിമയായിട്ട് നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു വേദിയാണ് ഭഗവാൻ ഇവിടെ ഒരുക്കി തന്നിരിക്കുന്നത്. അതാണ് ബഹിരാംഗ ശക്തി. So this is a quotation from Vishnu Purana. സച്ചിദാനന്ദമയ കൃഷ്ണേര സ്വരൂപ അതേവ സ്വരൂപ ശക്തി ഹയതീന രൂപ. സച്ചിദാനന്ദമായ കൃഷ്ണേര സ്വരൂപ അതേവ സ്വരൂപ ശക്തി ഹയതീന രൂപ. Originally, Lord Krishna is Sachidananda. നമുക്കറിയാം എന്താണ് ബ്രഹ്മാവ് പറയുന്നത്? ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ അല്ലെ? അപ്പോ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഫോം, രൂപം. Originally, Lord Krishna is Sachidananda, Sat, Chit and Ananda. Eternity, full of knowledge and full of bliss. The transcendental form of eternity, bliss and knowledge. Therefore, his personal potency, the eternal potency, has 3 different forms. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അന്തരാംഗ ശക്തിക്ക് 3 തരത്തിലുള്ള ഫോംസ് ഉണ്ട്, 3 കാറ്റഗറീസ് ഉണ്ട്, 3 ഡിവിഷൻസ് ഉണ്ട്. ആനന്ദാംശേ ഹാദീനി, ശദാംശേ ശാന്തിനി, ചിദംശേ സാംവേദ് യാരേ ജ്ഞാനകരീമാനി. അപ്പോ ഇവിടെ ആ അന്തരാംഗ ശക്തിയെ വീണ്ടും 3 ഡിവിഷനായിട്ട് വിഭജിച്ചിരിക്കുകയാണ്. എന്താണ്? Hladini is aspect of bliss, Shandini of eternal existence, and Samvit of cognizance, which is also accepted as knowledge. അപ്പൊ എന്താണ്? സച്ചിത് ആനന്ദം. അപ്പൊ ഹ്ലാദിനി പറഞ്ഞാൽ ആനന്ദം ആസ്പെക്ട്, ബ്ലിസ് ആസ്പെക്ട്. ശാന്തിനി പറഞ്ഞാൽ എറ്റേണൽ എക്സിസ്റ്റൻസ്, അതായത് എക്സിസ്റ്റൻഷ്യൽ പൊട്ടൻസി, എറ്റേണൽ എക്സിസ്റ്റൻസ്. സംവിത്ത് ഈസ് കോഗ്നിസൻറ്റ്, നോളജ്, അതായത് ചിത്ത് പൊട്ടൻസി, വിച്ച് ഇസ് ഓൾസോ അക്സെപ്റ്റഡ് ഓഫ് നോളജ്. അപ്പൊ ഈ അന്തരാംഗ ശക്തി ഫർദർ ആയിട്ട് 3 ഡിവിഷൻ ആവുന്നു. അതാണ് ഹ്ലാദിനി, ശാന്തിനി, സംവിത്ത്. ഹ്ലാദിനി ആനന്ദം, ശാന്തിനി എക്സിസ്റ്റൻസ്, എറ്റേണൽ എക്സിസ്റ്റൻസ്, സംവിത്ത് നോളജ്, കോഗ്നിസൻസ്. ഹ്ലാദിനി ശാന്തിനി സംവേദ് ത്വയേക സർവ സംശ്രയേ ഹ്ലാദതാപകരി മിശ്ര ത്വയിനോ ഗുണവർജിതേ. My dear Lord, you are the transcendental reservoir of all transcendental qualities. Your pleasure potency, existence potency, and knowledge potency are all actually all one internal spiritual potential. ഇപ്പോൾ ഭഗവാന്റെ ഈ 3 പൊട്ടൻസിയും, ഹ്ലാദിനി, സംവിത്ത്, ശാന്തിനി ആൻഡ് സംവിത്ത്, ഇത് 3ഉം പാർട്സ് ഓഫ് ദ ഏതാണ്? അന്തരാംഗ ശക്തി, സ്പിരിച്വൽ ഓർ ശക്തിയിലെ
the conditioned soul, although actually spiritual, sometimes experiences pleasure, sometimes pain, and sometimes a mixture of pain and pleasure. അപ്പോൾ നമ്മളെ പറ്റിയാണ് പറയുന്നത് കണ്ടീഷൻ സോൾ. ബദ്ധാത്മാക്കള് നമ്മൾ ആക്ച്വലി സ്പിരിച്വൽ കാറ്റഗറിയിൽ പെടുന്നതാണ്, സ്പിരിച്വൽ ആണ് നമ്മൾ. പക്ഷേ ചില സമയത്ത് നമ്മൾ എന്ത് അനുഭവിക്കുന്നു? പ്ലഷർ, സന്തോഷം, സംടൈംസ് പെയിൻ, ക്ലേശങ്ങൾ, സംടൈം മിക്സർ ഓഫ് പെയിൻ ആൻഡ് പ്ലഷർ, രണ്ടും, സന്തോഷം ദുഃഖം. ദിസ് ഈസ് ഡ്യൂ ടു ഹിസ് ബീങ് ടച്ച്ഡ് ബൈ മാറ്റർ. അപ്പൊ നമ്മള് പ്രകൃതിയിലെ ആ ടച്ചിൽ വരുമ്പോഴാണ്, ആ സമ്പർക്കത്തിൽ വരുമ്പോഴാണ് നമുക്ക് പെയിൻ ആൻഡ് പ്ലഷറും എല്ലാം തോന്നുന്നത്. അല്ലെങ്കിൽ ഭഗവാന്റെ അന്തരാംഗ ശക്തിയിൽപ്പെട്ടാൽ നമുക്ക് ഈ ദ്വന്ദ്ങ്ങൾ ഉണ്ടാവില്ല, പെയിൻ ആൻഡ് പ്ലഷർ ഉണ്ടാവില്ല. അവിടെ എന്താണുള്ളത്? സച്ചിദാനന്ദം, ഫുൾ ഓഫ് ബ്ലിസ്, ഫുൾ ഓഫ് നോളജ്, ഫുൾ ഓഫ് എറ്റേണിറ്റി. ഓക്കെ, സോ നമ്മൾ പ്രകൃതിയായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോഴാണ് ഈ ദ്വന്ദ്ങ്ങളിൽ, അതായത് പ്ലഷർ ആൻഡ് പെയിനിൽ വരുന്നത്. സംടൈംസ് പ്ലഷർ, സംടൈംസ് pain, and sometimes mixture of both. But because you are above all material qualities, these are not found in you. പക്ഷെ ഭഗവാനിൽ ഇത് കാണില്ല. You are above all material qualities. ഭഗവാൻ എന്താണ്? സച്ചിദാനന്ദമാണ്. അതുകൊണ്ട് ഈ ദ്വന്ദ്ങ്ങളില്ല. പെയിൻ ആൻഡ് പ്ലഷർ, മിക്സർ ഓഫ് പെയിൻ ആൻഡ് പ്ലഷർ, ഇതൊന്നുമില്ല. ഓൺലി പ്ലഷർ. അതിനെന്താണ് സ്പെഷ്യാലിറ്റി? ആ ഭഗവാന്റെ ധാമിലുള്ള ആ പ്ലഷറിനുള്ള സ്പെഷ്യാലിറ്റി എന്താണ്? നമ്മുടെ ഇവിടുത്തെ പ്ലഷർ പോലല്ല, ഭൗതിക ലോകത്തിലുള്ള ആനന്ദം പോലെയല്ല ഭഗവാന്റെ ധാമിലുള്ള ആനന്ദം. എന്താണ് അത് സ്പെഷ്യാലിറ്റി? ആനന്ദം മാത്രമായിരിക്കും. ശാശ്വതമാണ് എന്നാണോ? അത് കുറയുന്നില്ല, എപ്പോഴും ഒരേ അളവിലായിരിക്കും. അത് കുറയുന്നില്ല, എപ്പോഴും ഒരേ അളവിലായിരിക്കും. അല്ല, ആനന്ദാഭൂതി വർധനമാണത്, വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സ്പെഷ്യാലിറ്റിയാണ് അവിടെ. ആനന്ദാഭൂതി വർധനം, ഓരോ നിമിഷം ഓരോ സെക്കൻഡിലും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ബോറടിക്കില്ല. ഓക്കെ, ഭഗവാന്റെ ആ ആനന്ദത്തിന്റെ അളവ് ഭഗവാന് കൂടിയും അളക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ആ ആനന്ദം അങ്ങനെ ഓരോ സെക്കൻഡിലും മൾട്ടി ബില്യൺ ട്രില്യൺ സില്യൺ ഫോൾഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ അളക്കാൻ പറ്റും? നമ്മൾ അളന്നു വരുമ്പോഴേക്കും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് അളന്നു വരുമ്പോഴേക്കും അത്രയോ ട്രില്യൺ ഓർ ബില്യൺ ഓർ സില്യൺ ടൈം അത് വർദ്ധിച്ചിട്ടായിരിക്കും, അല്ലേ? അപ്പൊ എങ്ങനെ അളക്കാൻ പറ്റും? അതുകൊണ്ട് ആനന്ദാഭൂതി വർദ്ധമാണ്. അതാണ് ആ പ്രത്യേകത സ്പിരിച്വൽ വേൾഡ്. Your superior spiritual potency is completely transcendental, and for you there is no such thing as relative pleasure mixed with pain or pain itself. അപ്പോൾ ഭഗവാന്റെ എല്ലാം സ്പിരിച്വൽ ആയതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന പോലെ റിലേറ്റീവ് ആയിട്ടുള്ള പ്ലഷർ മിക്സ്ഡ് വിത്ത് പെയിൻ ഓർ പെയിൻ ഇറ്റ്സെൽഫ്. എന്താണ് ഇവിടെ റിലേറ്റീവ് പ്ലഷർ എന്ന് പറയാൻ? എന്തെങ്കിലും ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? റിലേറ്റീവ് പ്ലഷർ, അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം എന്റെ അപ്പൊ റിലേറ്റീവ് പ്ലഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉദാഹരണം ആർക്കെങ്കിലും പറയാൻ പറ്റും? ഒന്നിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോ വരുന്നു റിലേറ്റീവ് പ്രശ്നം പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഉദാഹരണം. ഒരു ഉദാഹരണം പറയാൻ പറ്റില്ല? എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ റിലേറ്റീവ് പ്ലഷർ. ഒന്നിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് താരതമ്യം ചെയ്തിട്ട് വരുന്നതാണോ പ്രഭു? അതെ, അതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു ഉദാഹരണം പറയും, ഉദാഹരണ സഹിതം നിങ്ങൾ വിവരിച്ചു തരണം. അപ്പോഴെനിക്ക് എന്താ പ്രഭു അവിടെ സന്തോഷം, ഇവിടെ അതിനാ പ്രഭു? അതായത് ഇപ്പൊ ഏത് സേവയാണ് കൂടുതൽ? ഇപ്പൊ ചിലത് പറയില്ലേ,
ചിലർക്ക് ഇപ്പൊ ഭഗവാനെ കൂടെ നിന്ന് സേവിക്കുമ്പോഴായിരിക്കും സന്തോഷം കിട്ടുന്നത്. അപ്പൊ ഗുരുവിന്റെ അടുത്തൊക്കെ കൂടെ നിന്ന് സെർവ് ചെയ്യുമ്പോഴായിരിക്കും. ചിലർക്ക് അങ്ങനെയല്ല, ദൂരെ ഇരുന്നാലും അങ്ങനെ എല്ലാ ഹാപ്പിനെസ് തന്നെയാണ്. ഭഗവാന്റെ തരഫ്സെ നമ്മൾ ചെയ്യുന്ന എല്ലാ ഹാപ്പിനെസ് ആണ്. പക്ഷെ ചിലർക്ക് ചിലതിനോട് താല്പര്യമായിരിക്കും. ഇപ്പൊ ഭഗവാന്റെ നാമം ചെല്ലുന്നതായിരിക്കും ചിലർക്ക് താല്പര്യം, ചിലർക്ക് അതർ കൈൻഡ് ഓഫ് സേവ സർവീസസ് ചെയ്യുമ്പോഴായിരിക്കും താല്പര്യം, ഇത് കൂടുതൽ സന്തോഷം കിട്ടുന്നത്. അപ്പൊ അത് ആപേക്ഷികമല്ലേ, എന്ന് വെച്ചാൽ അത് വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നതല്ലേ. അപ്പൊ ഒരാളുടെ സന്തോഷം ആയിക്കൊള്ളണമെന്നില്ലല്ലോ പ്രഭു. യെസ്, ഹരിബോൾ, ദാറ്റ് ഈസ് ഇറ്റ്. അതാണ് എൻ്റെ അർത്ഥം. കാരണം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ തന്നെ ഇപ്പൊ എനിക്ക് ഒരു $10 മില്യൺ കിട്ടുകയാണ്. ഒരു $10 മില്യൺ അംബാനിക്ക് കിട്ടുകയാണ്. എൻ്റെ സന്തോഷം അമ്പാനിന്റെ സന്തോഷം ഒന്നായിരിക്കും? ഇല്ല, അല്ല. അപ്പൊ റിലേറ്റീവ്. നമുക്ക് കിട്ടുന്നത് 10 മില്യൺ, 10 മില്യൺ, എനിക്കും 10 മില്യൺ അല്ലേ? അതെ. അപ്പൊ രണ്ടുപേരെയും ആഹ്ലാദം, സന്തോഷം ഒരേ തരത്തിലായിരിക്കില്ല. എന്റെ സന്തോഷത്തിന് യാതൊരു ലിമിറ്റ് ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഞാൻ അങ്ങനത്തെ ഒരു സ്ഥലത്തിലാണ്. അംബാനിക്ക് $10 മില്യൺ എന്താണ്? ഒന്നുമില്ല. അപ്പൊ ഇവിടെ ഭൗതിക ലോകത്ത് എല്ലാം റിലേറ്റീവ് ആണ്. അപ്പൊ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത് എന്റെ സന്തോഷമായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ മഴക്കാലാണ് അല്ലേ? മഴക്കാലത്ത് എല്ലാവരും കുട വാങ്ങാറുണ്ട്, മഴയിൽ നിന്ന് ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുറത്ത് പോകുന്ന ആളുടെയും കുടയില്ലെങ്കിൽ അതിലെന്താണ് വിചാരിക്കുക? അയ്യോ, ഒന്നും മഴ പെയ്യരുതേ. മഴ പെയ്യാതിരിക്കുന്ന അദ്ദേഹത്തിന് സന്തോഷം. കുട വിൽക്കുന്ന കടക്കാരൻ ധരിക്കുന്നു മഴ നന്നായിട്ട് പറഞ്ഞേ, എന്നാലേ എൻ്റെ കച്ചവടം അവിടെ പൊടി പിടിക്കുള്ളൂ അല്ലേ? മഴ കോമൺ ഫാക്ടർ, പക്ഷെ സന്തോഷം രണ്ടുപേർക്കും രണ്ട് തരത്തിലാണ്. അപ്പം ഇവിടെ ഭൗതിക ലോകത്തിലെല്ലാം റിലേറ്റീവ് ആണ്. നമ്മുടെ പ്ലഷർ ആൻഡ് പെയിൻ, നമ്മുടെ പെയിനും പ്ലഷറും റിലേറ്റീവ് ആണ്. ഒരു ഇഞ്ചക്ഷൻ ചില ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്. ചില ആൾക്കാർ എടുത്തിട്ട് യാതൊരു പേടിയില്ല, ഒരു ഇതുമില്ല, എത്ര വേണമെങ്കിൽ എടുത്തോളവർ. അപ്പോ രണ്ട് വ്യക്തിക്ക് ഒരേ ഇഞ്ചക്ഷൻ ഡിഫറെന്റ് പെയിൻ തരുന്നു. ഇപ്പൊ ഇവിടുത്തെ എല്ലാം റിലേറ്റീവ് ആണ്. ആ പേഴ്സന്റെ പരിതസ്ഥിതി, മനോഭാവം, ഇങ്ങനെ മറ്റുള്ള പല ക്രൈറ്റീരിയയും ആസ്പദമാക്കിയിട്ടായിരിക്കും പെയിനും പ്ലഷറും. അപ്പൊ എല്ലാവരും പക്ഷെ 4 കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതെല്ലാവർക്കും ഒരുപോലെയാണ്. ഓക്കെ, ഈ 4 കോമൺ ഫാക്ടേഴ്സ് എല്ലാവർക്കും ഒരുപോലെയാണ്. അതെന്താണ് കോമൺ ഫാക്ടേഴ്സ്? അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ജന്മമൃത്യു ജന്മമൃത്യു ജരാവ്യാധി എല്ലാവർക്കും ഇത് കോമൺ ഫാക്ടറാണ്. പക്ഷെ ജനിച്ച ശേഷം മരണത്തിന്റെ ഉള്ളിലെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് റിലേറ്റീവാണ്. പെയിൻ ആൻഡ് പ്ലഷർ, ചിലപ്പോൾ പെയിൻ, ചിലപ്പോൾ പ്ലഷർ, ചിലപ്പോൾ മിക്സർ ഓഫ് പെയിൻ ആൻഡ് പ്ലഷർ എന്നാണ് ഇവിടെ പറയുന്നത്. സോ യുവർ സുപ്പീരിയർ സ്പിരിച്വൽ പൊട്ടൻസി ഈസ് കംപ്ലീറ്റ്ലി ട്രാൻസെൻഡന്റൽ. ട്രാൻസെൻഡന്റൽ എന്ന് പറഞ്ഞാൽ അത് 3 ഗുണത്തിനും അതീതമായിട്ടുള്ളതാണ്. ഈ 3 ഗുണങ്ങളുടെ അധീനത്തിൽ പെടുമ്പോഴാണ് നമുക്ക് ഈ ദ്വന്ദ്ങ്ങൾ വന്നു ഭവിക്കുന്നത്. ഇപ്പോൾ ഭഗവാൻ വൃന്ദാവനിലുള്ള സമയത്ത് ഋതുക്കള് 6 ഋതുക്കളും ഒരേ സമയത്ത് വരുന്ന സമയമുണ്ട് അല്ലേ? ഭഗവാന്റെ ആഗ്രഹപ്രകാരം 6 ഋതുക്കളും ഒരേ സമയത്ത് വരുന്നത്. ഇതൊക്കെ ഭഗവാന്റെ ഇച്ഛ കൊണ്ട് സംഭവിക്കുന്നതാണ്, ഭഗവാന്റെ ഇന്റർണൽ പൊട്ടൻസി കൊണ്ട് സംഭവിക്കുന്നത്. അപ്പൊ എന്താണോ അനുകൂലമായിട്ടുള്ളത് തൻ്റെ ആനന്ദത്തിന് അതനുസരിച്ചിട്ട് അവിടെ ഋതുക്കൾ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ കംപ്ലീറ്റ്ലി ട്രാൻസെൻഡന്റൽ ആണ്. സോ ആൻഡ് ഫോർ യു ദർ ഇസ് നോ സച്ച് തിങ് ആസ് റിലേറ്റീവ് പ്ലഷർ. അപ്പൊ അതുകൊണ്ട് ഭഗവാന് അങ്ങനെ റിലേറ്റീവ് പ്ലഷർ, പെയിൻ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ദിസ് എ കൊട്ടേഷൻ ഫ്രം ദ വേർഡ്സ് ഫ്രം വിഷ്ണു പുരാണം. कृष्ण के आह्लादे तायते नाम आह्लादिनी से शक्ति द्वारे सुख आस्वादे आपनी. कृष्ण के हलादे ताते नाम से शक्ति द्वारे सुख आस्वादे आपनी. The potency called Hladini gives Krishna transcendental pleasure. Through this pleasure potency, Krishna personally tastes all spiritual pleasure. അപ്പോ ഏത് പൊട്ടൻസിയാണ് ഭഗവാന് ദിവ്യമായിട്ടുള്ള ആനന്ദം പകരുന്നത്? അതാണ് ഹ്ലാദിനി ശക്തി. ആ ഹ്ലാദിനി ശക്തിയുടെ തലപ്പത്താരാണ്? ഹെഡ് ആരാണ്? രാധാറാണി അല്ലേ? അപ്പൊ ആരാണ് ഭഗവാൻ കൃഷ്ണന് ആനന്ദം പകരുന്നത്?
Radharani. So through this pleasure potency, pleasure potency കൂടെ കൃഷ്ണ പേഴ്സണലി ടേസ്റ്റ് ഓൾ സ്പിരിച്വൽ എല്ലാ ദിവ്യ തലത്തിലുള്ള ആനന്ദങ്ങളും ഈ സ്വാധീന ശക്തിയിൽ കൂടെയാണ് ഭഗവാൻ രുചിക്കുന്നത്, രസിക്കുന്നത്. സുഖരൂപ കൃഷ്ണ കരേ സുഖ ആസ്വാദന ഭക്തഗണേ സുഖാതീതേ ഹ്ലാദിനി കാരണ. Lord Krishna tastes all kinds of transcendental happiness, although he himself is happiness personified. The pleasure relished by his pure devotees is also manifested by his pleasure potency. ഭഗവാൻ എല്ലാ തരത്തിലുള്ള ദിവ്യ തലത്തിലുള്ള ആ ആനന്ദത്തെയും നുകരുന്നു. And although he is happiness personified, he is a personification of all pleasures. ആനന്ദത്തിന്റെ എന്താണ്? മൂർത്തിയാണ് അദ്ദേഹം. അല്ലേ? The pleasure relished by his pure devotees is also manifested by his personal pleasure potency. അപ്പോൾ തൻ്റെ ഭക്തന്മാര് അനുഭവിക്കുന്ന ആനന്ദവും ഈ പ്ലഷർ പൊട്ടൻസിയിൽ നിന്നാണ് വരുന്നത്. പക്ഷെ ഭൗതിക ലോകത്തില് നമ്മൾ ആനന്ദിക്കാന്ന് പറയില്ല, നമുക്ക് കിട്ടുന്ന സന്തോഷം എവിടുന്ന വരുന്നത്? ഇത് ട്രാൻസെൻഡന്റൽ ആണ്. ഭഗവാന്റെ ഭക്തന്മാര് ഭഗവാൻ കൃഷ്ണന് പോലെ തന്നെ ആ ട്രാൻസെൻഡന്റൽ പ്ലഷർ ആണ്. പക്ഷെ ഇവിടെ ഭൗതിക ലോകത്തിൽ നമ്മള് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഏത് പ്ലഷറാണ്? ഏത് പ്ലഷർ? ട്രാൻസെൻഡന്റൽ അല്ല. എന്താ പറയാ? അതാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. The pleasure relished by pure devotees, okay, ശുദ്ധ ഭക്തന്മാര്, is also manifested by his pleasure potency. അപ്പൊ ശുദ്ധ ഭക്തന്മാര് ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആനന്ദം ഭഗവാന്റെ തലത്തിലുള്ള ആനന്ദമാണ്. നമ്മളോ അല്ല, മെറ്റീരിയൽ പ്ലാറ്റ്ഫോമിൽ മെറ്റീരിയൽ പ്ലെയിനുള്ള സന്തോഷം. ആ മെറ്റീരിയൽ പ്ലെയിനുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന് കിട്ടുന്ന ആനന്ദം, അല്ലേ? നമ്മളുടെ മനസ്സിന് കിട്ടുന്ന ആനന്ദം പറഞ്ഞ സന്തോഷം എന്ന് പറയാം, ആനന്ദം പറയണ്ട, സന്തോഷം. അതെല്ലാം അപ്പോൾ ഫിസിക്കലായിട്ട് കിട്ടുന്ന ആ സന്തോഷം ഗ്രോസ് ആണ്. അത് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ റിലേറ്റഡ് ആയിട്ടിരിക്കും. നല്ലൊരു ഭക്ഷണം കിട്ടിയാൽ നമുക്ക് സന്തോഷം, അല്ലേ? നല്ലൊരു വാർത്ത, മകൻ നന്നായിട്ട് പാസ്സായി, 99.9% ഉണ്ട് എന്ന് പറഞ്ഞാൽ എവിടെ എന്റെ കയ്യിനാണ് സന്തോഷം അതോ കാലിനാണ് സന്തോഷം? മനസ്സിന്. സുരേഷ് ഗോപി ജയിച്ചു എന്ന് കേട്ടപ്പോഴും അത് തന്നെ. അപ്പോ സന്തോഷം എവിടെയാണ്? ഫിസിക്കലും. അതിൽ ഒരു സ്റ്റെപ്പും മീതെയാണ് മെന്റൽ ലെവലില്, അല്ലേ? മനസ്സിന്റെ ആ ലെവലിലെ സന്തോഷം. അതിന് മീതെയാണ് സ്പിരിച്വൽ ലെവലില്, ആത്മാവിന്റെ തലത്തിലുള്ള സന്തോഷം. ആ ആത്മാവിന്റെ തലത്തിലുള്ള സന്തോഷം ശരിക്കും അനുഭവിക്കുന്നവരാണ് പ്യൂർ ഡിവോട്ടീസ്, ശുദ്ധ ഭക്തന്മാർ. അപ്പൊ അതാണ് നമ്മളുടെ സന്തോഷം. ശുദ്ധ ഭക്തന്മാരുടെയും ഭഗവാന്റെയും പ്ലഷർ, ആനന്ദവും തമ്മിൽ നമ്മളുടെ ജഡാനന്ദമാണ്. ജഡം എന്ന് പറഞ്ഞാൽ പ്യൂർലി മെറ്റീരിയൽ. അത് നേരത്തെ മോദനി മാതാജി പറഞ്ഞ പോലെ നമ്മളുടെ ആ ആനന്ദം കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ സന്തോഷം സമയം പോകുന്തോറും അത് കുറഞ്ഞുകൊണ്ടിരിക്കും. നേരെ മറിച്ച് ആധ്യാത്മിക ലോകത്തിലുള്ള ആനന്ദം അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഒന്ന് കുറയും, ഒന്ന് കൂടും. അതാണ് വ്യത്യാസം. അതുകൊണ്ട് നമ്മൾ ശരിക്കുള്ള ആനന്ദം നുകരണമെന്നുണ്ടെങ്കിൽ, അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആധ്യാത്മിക ലോകത്തിലേക്ക് പോകണം. അവിടുത്തെ ആനന്ദം പറഞ്ഞാൽ never deteriorates, at the same time it increases, keeps increasing. So Lord Krishna tastes all kinds of transcendental happiness, although he himself is happiness personified. The pleasure relished by his pure devotees ആണ് വളരെ
വേർഡിനെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കണം. ഡിവോട്ടീസ് എന്നല്ല പറയുന്നത്, സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് പ്യൂർ ഡിവോട്ടീസ് ഈസ് ആൾസോ മാനിഫെസ്റ്റഡ് ബൈ ഹിസ് പ്ലഷർ പൊട്ടൻസി. ഇപ്പൊ ശുദ്ധ ഭക്തന്മാര്, ആ തലത്തിലുള്ള ഭക്തന്മാര് അവരുടെ ആനന്ദം. അപ്പൊ അതുകൊണ്ടാണ് ചില സമയത്തൊക്കെ ആൾക്കാർ ചോദിക്കും, ചില ആചാര്യന്മാര് ചില ഭക്തന്മാരൊക്കെ ദിവസങ്ങളോളം ഒരു ഭക്ഷണം കഴിക്കില്ല. അവർക്ക് ശരീരത്തിന് ഭക്ഷണത്തിന്റെ ആവശ്യമില്ല. നാമജപം കൊണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് 9 or 10 വർഷമാണ് നവദ്വീപിലെ തുടർച്ചയായിട്ട് ഒരു ദിവസം 22 മണിക്കൂർ ചാൻഡ് ചെയ്തിട്ട് ഇരുന്നത്. ആ ഒരു ബാക്കി 2 മണിക്കൂറിലാണ് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. എന്തെങ്കിലും കഴിച്ചാൽ കഴിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. അപ്പൊ അതൊന്നും അവരുടെ ആത്മാവിന് എപ്പോഴും ആ റിജുവിനേഷൻ ഉണ്ടായിരിക്കും. കാരണം അവിടെ ആത്മാവ് സംതൃപ്തി അടയാണ്. അപ്പൊ ഫിസിക്കലി ഗ്രോസ് ആയിട്ടുള്ള ആ ഒരു ഹാപ്പിനെസ് അല്ല അവിടെ. അപ്പൊ അതുകൊണ്ടാണ് അവർക്കൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. നമുക്ക് ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ഹാലത്ത് എന്തായിരിക്കും പിറ്റേ ദിവസം രാവിലെ, അല്ലേ? ഷഡ്ഗോസ്വാമിമാര് 2-3 ദിവസം കൂടുമ്പോ കുറച്ച് എന്തെങ്കിലും ബട്ടർ മിൽക്കോ കഴിക്കുള്ളൂ. കിട്ടിയാൽ കഴിക്കും, കിട്ടിയില്ലെങ്കിൽ കഴിക്കില്ല. അവരുടെ എന്താ പറയാ, യാചക വൃത്തി എന്ന് പറഞ്ഞാൽ അവർ ആദ്യമൊക്കെ അവർ ചെന്ന് ചോദിച്ചിരുന്നു. പിന്നീട് അവര് വല്ലവരും തന്നാൽ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കില്ല. അങ്ങനെ ആയിരിക്കും. അപ്പൊ അതിനോടൊന്നും യാതൊരു അറ്റാച്ച്മെന്റും ഇല്ല, അതിന് ആവശ്യം തോന്നില്ല. കാരണം വെച്ചാൽ അവര് സ്പിരിച്വലി അൺലിവിനിങ് ആണ്. അവർക്ക് ശക്തി കിട്ടുന്നത് സ്പിരിച്വൽ, ആ നാമജപം കൊണ്ടാണ് ശക്തി കിട്ടുന്നത്. നമ്മൾക്ക് ശക്തി കിട്ടുന്നത് ഭക്ഷണം കൊണ്ടാണ് നമുക്ക് ശക്തി കിട്ടുന്നത്. ഈ വ്യത്യാസമാണ് ശുദ്ധഭക്തന്മാരും നമ്മളും തമ്മിലും ആ ഒരു വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് എങ്ങനെ ഇതൊക്കെ സാധിക്കുമോ? വെറും നാമജപം കൊണ്ട് വയറ് നിറയോ? നാമജപം കൊണ്ട് വയറ് മാത്രമല്ല നിറയൂ, ആത്മാവും നിറയോ അവിടെ. ആ വ്യത്യാസം. അപ്പൊ ഈ പ്യൂർ ഡിവോട്ടീസ്, ശുദ്ധഭക്തന്മാര്, അവര് നമ്മളെ ആ ഒരു തലത്തിലുള്ള നമ്മുടെ കാറ്റഗറിയിൽ വരില്ല. ടെക്സ്റ്റ് 159 അടുത്ത ക്ലാസ്സിൽ നമ്മള് എവിടുന്ന തുടങ്ങി? നമ്മള് 140. वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो। आनंद कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंद।